ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ക്യാരറ്റ്സ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ മിക്സിയിലടിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ഒരു കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ മുഴുവനും ഒരു പതയായിട്ട് വന്നു കഴിയുമ്പം നമുക്കിതിലേക്കൊരു 1/2 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് അകലത്തിൽ നിന്നിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊന്ന് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമ്മൾ ക്യാരറ്റ് കേക്കാണല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ ഡേറ്റ്സ് ആണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരും. പിന്നെ ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണിൽ താഴെ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഈ ക്യാരമൽ സിറപ്പ് ഒന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരണം. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക, നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇത് ഒരുപാട് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പം വീണ്ടും ഒരുപാട് തിക്കായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഗ്രാമ്പും ഈ സിനമണും ഒന്നും പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണെങ്കിൽ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചത് കണ്ടോ, അത് നന്നായിട്ട് തണുത്തപ്പം കണ്ടോ ഇത്രയും കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയാക്കരുത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടികൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് കുത്തി ഇളക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു സ്പൂൺ മൈദ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസ് അല്ലാതെ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രം ഏത് വേണേലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഇപ്പം ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട് വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 40 to 50 മിനിറ്റ് വരെ എടുക്കാം ഈ ഒരു കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 40 മിനിറ്റിലാണ് ഈ ഒരു കേക്ക് ബേക്കായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള കേക്കാണ്. നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ്സ് ഡേറ്റ്സ് കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരറ്റ്സ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.